അപ്പം അടുത്ത ഐറ്റം മംഗലം കളി. അതെ, ഏത് സ്കൂളിൽ നിന്നാണ്? തൃശ്ശൂർ. അതെയല്ലോ, പേരാ ചോദിച്ചോ? തൃശ്ശൂരോ? എന്താണ്? അതല്ലാന്ന് പറഞ്ഞു. ഞാൻ പേര് ചോദിച്ചപ്പോ തൃശ്ശൂർന്ന്. അപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞതാ? സ്കൂളിന്റെ പേരല്ല. അപ്പൊ സ്കൂളിന്റെ പേരാണ് തൃശ്ശൂർ എന്നാണ്? അല്ലല്ലോ, തെറ്റിപ്പോയാ തെറ്റിന്ന് പറയാം. അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. നീ ഒന്ന് മാറി നിന്നേ, ഇവിടെ നിന്നേ. ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കാം, എന്നാലും അതിന്റെ ഒപ്പം എത്തുള്ളൂ. പേരെങ്ങനെയാ? വിഘ്നേഷ്. എത്രാം ക്ലാസ്സിലാണ്? പഠിച്ചവനെ, 10 അത് പൊളിച്ച്. ഞാൻ ഓർത്ത് 8 ഓർത്തടാ. സത്യം പറയാ, 10 അതിലൊന്നും കാര്യമില്ല. സൈസിലാണ് കാര്യം, കഴിവിലാ കാര്യം. അതുമല്ലേ? ശരി, ഇത് മൈക്ക് പിടിച്ച് ഇത് മൊത്തം തെറ്റിക്കുവാണ്. ഹൈറ്റുള്ള കാര്യം, കഴിവിലാ കാര്യം. ഒന്ന് മൈക്ക് പിടിച്ച് പറയാ. കഴിവ് തെളിയിക്കാമോ നമ്മളിവിടെ? ഇപ്പൊ പൊളിക്കുമല്ലേ? അടിച്ചു പൊളിക്കുമെന്ന് പറയാ. ഇങ്ങോട്ട് നോക്കി പറയാ. നിങ്ങളൊന്ന് കൈയടിക്കാൻ പറയാ. കൈയടിക്കണം അങ്ങോട്ട്. അങ്ങ് പൊളിക്കും അങ്ങോട്ട്. ആരാ പാടുന്ന ആരാ? അവിടെ നിൽക്കുക. വേറെ ആരാ പാടുന്ന ആള്? ഒരാളാണോ? അപ്പൊ നിങ്ങൾ കളിച്ചോണ്ട് വേണം പാടാല്ലേ? അപ്പൊ നിങ്ങൾ കളിക്കണം, പാടണം, കൊട്ടണം. കൊട്ടാൻ എന്ത് വെച്ച് കൊട്ടും? അപ്പൊ ഇല്ലല്ലോ അത്. എന്താ സാറേ ആ പിള്ളേർക്ക് കൊടുക്കാതെ പോയത്? അതിന്റെ പൈസ ഞാൻ തരാം. എന്റെ സാറേ, അത് സാറിനെയാണെങ്കിൽ കൊടുക്കണ്ടേ കുട്ടികൾക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാറേ ഞാൻ പറഞ്ഞോട്ടെ, പിള്ളേർ പറഞ്ഞാലേ ഇനി നാളെ വരുമ്പോ അല്ലേ? ഏത് വേറെ മത്സരം. ഇപ്പൊ തുടിക്ക് പകരം ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ. അടിച്ചോ അവിടെ? ഓ, എന്ത് ഇഷ്ടം അടിക്കാൻ. അവൻ പറഞ്ഞ ഞാൻ അടിച്ചോളാന്ന്. നമുക്ക് അതില്ലാതെ അങ്ങ് ചെയ്യാം. മൈക്ക് അങ്ങ് തരട്ടെ. എന്നാ എള്ളുള്ളേരി മാണിനങ്കര, എള്ളുള്ളേരി മാണിനങ്കര, എള്ളുള്ളേരി മാണിനങ്കര, എള്ളുള്ളേരി മാണിനങ്കര. മാണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ട്, ആ മാണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ട്, ആ മാണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ട്, ആ മാണിനങ്കര തങ്കാട്ടി മധുമ്മളാതുണ്ട്. എണ്ണയ മഞ്ചള കൊണ്ട് ബരോട്ടുക മാണിനങ്കർക്ക്, ആ എണ്ണയ മഞ്ചള കൊണ്ട് ബരോട്ടുക മാണിനങ്കർക്ക്, ആ എണ്ണയ മഞ്ചള കൊണ്ട് ബരോട്ടുക മാണിനങ്കർക്ക്, ആ എണ്ണയ മഞ്ചള കൊണ്ട് ബരോട്ടുക മാണിനങ്കർക്ക്. ബിരാജിത്ത പേട്ടിട്ടുണ്ട് മാണിനങ്കര, ആ കാസർഗോഡ് പേട്ടിട്ടുണ്ട് മാണിനങ്കര. ബിരാജിത്ത പേട്ടിട്ടുണ്ട് മാണിനങ്കര, ആ കാസർഗോഡ് പേട്ടിട്ടുണ്ട് മാണിനങ്കര. കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര, ആ കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര, ആ കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര, ആ കുള്ളത്ത് നലിപ്പോട്ടോ മാണിനങ്കര. മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര, ആ മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര, മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര, ആ മുട്ടുകുത്തി നലിപ്പോട്ടോ മാണിനങ്കര. സറാപ്പറ പുളിയോട്ടുക മാണിനങ്കര, ആ സറാപ്പറ പുളിയോട്ടുക മാണിനങ്കര, സറാപ്പറ പുളിയോട്ടുക മാണിനങ്കര, ആ സറാപ്പറ പുളിയോട്ടുക മാണിനങ്കര. എള്ളുള്ളേരി മാണിനങ്കര, ആ എള്ളുള്ളേരി മാണിനങ്കര, ആ എള്ളുള്ളേരി മാണിനങ്കര, ആ എള്ളുള്ളേരി മാണിനങ്കര. ഒരു കാര്യം ഗംഭീരമല്ല, ഒന്ന് കൈയടിക്കോ? നീ ഒരു നാടൻ പാട്ടങ്ങ് പാടണം. നീ പൊളിക്കും, എനിക്കറിയാലോ. നീ പൊളിക്കുന്നേ. പാടം കൂടോ. തൃശ്ശൂര് പൂരൊരു പൂരടി പാറമേക്കാവൊരു കാവേ, പാറമേക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. തൃശ്ശൂര് പൂരൊരു പൂരടി പെണ്ണെ പാറമേക്കാവൊരു കാവേ, പാറമേക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. രാഗിമിനിക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനെ കൂട്ടമാണ്, രാഗിമിനിക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനെ കൂട്ടമാണ്. ആനവട്ടം പോലെ റാട്ടുള്ള പെണ്ണിന് ചാരുന്ന നിൻ
ആനവട്ടം പോലറാട്ടല്ല പെണ്ണിന് ചാരുന്ന നിർവിരിപ്പിലി തൃശ്ശൂര് പൂരൊരു പൂരടി പെണ്ണ് പാറമേകാവൊരു കാവേ പാറമേകാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം കണ്ടടി ഞാനൊരു നോട്ടം ഒന്നുകൂടെ കണ്ടടി ഞാനൊരു നോട്ടം ഓ പൊളിച്ചോട്ടോ ഇതെന്താ ഇതിനകത്ത് മൈക്കിൽ പറയേ മൈക്കിൽ പറയേ മുറുക്കാമ്പതി നമ്മൾ സങ്കല്പിണി ഇതിനകത്ത് പേപ്പറാണുള്ളത് ആ നീ പേപ്പർ അല്ലേ ഉറപ്പല്ലേ ഇതെന്താ ഇത് ഇവിടെ 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 ഞാൻ എടുത്തത് പൂണൂലാന്ന് ഇതൊക്കെ മത്സരത്തിന്റെ ഇനത്തിൽ പെട്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കും അല്ലേ ഈ പാളത്തൊപ്പി ഉണ്ടാക്കി തന്നാരാ അതെയോ ഈ തൊപ്പി ഒന്ന് തന്നെ തൊപ്പി ഒന്ന് എടുത്തേ ഇതാ ഞാനൊന്ന് വെക്കട്ടെ എങ്ങനെയുണ്ട് നമുക്ക് ഡാൻസ് ഒന്നും കൂടെ ഞാനിങ്ങനെ കളിച്ചാലോ എന്നാ ഒരു നാടൻ പാട്ട് ഒന്നും കൂടെ കീച്ചിക്കേ പെട്ടെന്ന് കീച്ചിക്കേ ഞാൻ തൊപ്പി വെച്ചില്ലേ പെട്ടെന്ന് കീച്ചോ ആ ഏത് വേണി പാടോ ഞാൻ തൊപ്പി വെച്ചോട്ടോ നാടൻ പാചകം കീച്ചിക്കേ ആ പറഞ്ഞു കൊടുക്ക ആ എടാ ഞാൻ തൊപ്പി വെച്ച ഒരു നാടൻ പാട്ട് വേണം എനിക്കല്ലേ മണിച്ചേട്ടന്റെ പാട്ട് അറിയോ മണിച്ചേട്ടന്റെ പാട്ട് അറിയോ ആ അപ്പൊ മണിച്ചേട്ടനൊരു പാട്ടങ്ങ് മണിച്ചേട്ടന്റെ പാട്ട് പൊളിക്കും കൂടെ പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞ് നീ പോയില്ലേടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞു നാണ്ടി അതിലൊരു വരി ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ആത്മാർത്ഥമായി ആ വരി ഒന്ന് പഠിക്കേ ആത്മാർത്ഥമായി ഞാൻ ബാക്കി എനിക്കറിയില്ല അത് നമ്പർ ഇട്ടാ ആത്മാർത്ഥമായി സ്നേഹം അങ്ങനെ ഒന്നും പറയല്ലേ എങ്ങനെ ഞാൻ സ്നേഹിച്ച എങ്ങനെ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി അത് നിനക്കറിയാമല്ലേ അത് നിനക്കറിയാലോ ആ വരി പാടിയല്ലേ ഒന്നും കൂടെ പഠിക്കാ വരി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നിന്നെ പിരിഞ്ഞ അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന അതാ അവന്റെ മനസ്സിൽ നിന്ന് അതാ വരുന്നത് നിന്നെ പിരിഞ്ഞ് നീ പോയിന്നോ എന്തോ ഉണ്ട് എനിക്കറിയില്ല ആത്മാർത്ഥത്തോട് സ്നേഹിച്ചിട്ട് പോയാ അറിയില്ല നീ പറഞ്ഞായിരുന്നോ സ്നേഹിക്കണോന്ന് ആ സത്യം പറ പാട്ടിന്റെ വരി അങ്ങനല്ലേ അത് വേണ്ട കേട്ടോ പാട്ടിന്റെ വരിയാട്ടോ ആ പാട്ടിന്റെ വരിയാണ് നമുക്ക് പൊളിക്കാം അപ്പൊ സന്തോഷമല്ലേ എനിക്ക് ഒത്തിരി സന്തോഷമായി ടീമിന്റെ കൂടെ പങ്കെടുത്തതിൽ കേട്ടോ ഇങ്ങനെ വേണം പിള്ളേരായ പറഞ്ഞാൽ അപ്പോൾ വൈബാവണം ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇടുന്ന ഡാൻസ് കളിക്കുന്നു കൈകൊട്ടുന്നു എല്ലാവരും ഗംഭീരമായിരുന്നു സ്കൂളിന്റെ അഭിമാനമാണ് നിങ്ങൾ കേട്ടോ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളിന്റെ പേരെന്താണ് ഏത് രേഖ ടീച്ചറിന് കീ വിളിച്ചേക്ക് അത് രണ്ടാമത് വിളിക്കാന്ന് നോക്കിയാ എന്തിനാന്നല്ലോ അവിടെ പോകുമ്പോൾ ടീച്ചർ മിഠായി കൊടുക്കാന്ന് പറഞ്ഞു രണ്ട് വിളി മതി അതെ ടീച്ചർ ഇവിടെ ഉണ്ടോ എവിടെ രേഖ ടീച്ചർ എവിടെ രേഖ ടീച്ചർക്ക് വന്നം വരൂ പ്രിൻസിപ്പളിങ് വരൂ ടീച്ചർക്ക് വാ കണ്ടോ പ്രിൻസിപ്പളെ എന്ത് വൈബാ പിള്ളേരെന്നറിയോ ഇവിടെ നിൽക്കുക മൈക്ക് അടുപ്പിച്ച് വെക്കോ ഞങ്ങളുടെ മക്കള് പൊളിയാണ് കളറായില്ലേ അതോടൊപ്പം തൃശ്ശൂര് കളറായിരിക്കും അങ്ങനെ ആകുമ്പോ ടീച്ചർ പാട്ട് പാടി കളറാക്കും നമ്മളിപ്പോ ടീച്ചർ മാറണം ആ ടീച്ചർ കൂടുന്നു നീ പാടിക്കൊടുക്ക ടീച്ചർ കൂടും ഉറപ്പാ എല്ലാം നിന്നെ ടീച്ചർ മൈക്ക് അടുപ്പിച്ച് വെച്ച് പാടണം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനത്തോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പള്ളി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ് മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും
പെണ്ണിനെ കണ്ടേ ഞാൻ. അതിന് പകരം പ്രിൻസിപ്പൽ ടീച്ചറെ കണ്ടേ ഞാൻ. അപ്പൊ ഒത്തിരി സന്തോഷം ടീച്ചറെ. ഇതാണ് ഇങ്ങനെ വേണം പിള്ളേരല്ലേ? അതെ തീർച്ചയായും. പിള്ളേരെ അടിക്കൊന്നും ചെയ്യില്ല കേട്ടോ. പ്രിൻസിപ്പൾ കുഴപ്പമെന്ന് ചിരിക്കുന്നു. വഴക്ക് പോലും പറയാൻ പാടില്ല. മൈക്ക് അടുപ്പിച്ച് വെക്കുക. ഇല്ല, വഴക്ക് ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. ഇതിലാരെയാ വഴക്ക് പറയാറുള്ളൂ? അല്ല അത് വേണ്ട, പെട്ടെന്ന് ചാടി. അപ്പൊ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്നത് നീയാന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാരും അപ്പൊ ഞാൻ ഫ്രീ ആയല്ലോ ഒന്ന് അല്ലേ? നല്ല കുട്ടികളാണ് ടീച്ചറെ. ടീച്ചറിന്റെ അഭിമാനമാണ്. ടീച്ചറിന്റെ സ്ഥലം എവിടെയാണ്? അവിടെ തന്നെയാണ്, പട്ടിക്കാട്. അപ്പൊ പീച്ചിയുടെ അടുത്താണ്. അപ്പൊ നല്ല വൈബുള്ള പിള്ളേര്. ഈ കുട്ടികളെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കലോത്സവത്തിന് പങ്കെടുപ്പിക്കണം. അത് സ്കൂളിന്റെ ഒരു ബാധ്യതയാണ്. ഇവർ വളർന്നു വരുന്ന കലാകാരന്മാരാണ്, കലാകാരിമാരെ ഇവരെ വളർത്തിയെടുക്കണം. ഞാൻ പറയുന്നു ഇവരിലൊരു ഭാവിയുണ്ട് എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുവാണ് കേട്ടോ. കാരണം ഞാൻ ഒത്തിരി കലോത്സവ വേദിയിൽ പോയിട്ടുണ്ട്. പക്ഷെ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇവൻ ഭാവിയിൽ ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരാളാണ്. 100%. ഇതിപ്പോൾ എന്നെ കാണുന്ന സിനിമാ പ്രേക്ഷകരുണ്ടെങ്കിൽ, ഞാൻ സിനിമ മാത്രം ഞാൻ ഈ പയ്യന് നല്ല കഴിവുള്ള പയ്യനാണ്. പാട്ടിലാണെങ്കിലും എന്ത് കാര്യത്തിലും കഴിവുള്ള ഒരു മോനാണ്. ആ മോനെ സിനിമയിലേക്ക് എടുക്കുന്നതിൽ ഒരു നഷ്ടവും വരില്ല. നിങ്ങൾക്ക് സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്ടർമാരെയും പ്രൊഡ്യൂസർമാരെയും ഓർമ്മപ്പെടുന്ന അത്രയും കഴിവുള്ള ഒരു മോനാണ്. ഞാൻ എന്തായാലും മോനെ ഞാനും അറിയിച്ചിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ ദൈവം അനുഗ്രഹിച്ചാൽ ഒരു ദിവസം ഒരു ഡയറക്ടർ വന്ന് മോനെ കൊണ്ടുപോകും കേട്ടോ. സന്തോഷമായില്ലേ? എന്നാൽ കഴിയുന്ന ഞാൻ ചെയ്തു തരും. ഓക്കെ ഓക്കെ, താങ്ക് യു ടീച്ചർ. എല്ലാവരോടും സന്തോഷം. ഓക്കെ. ഇതുപോലെ ഞാൻ പറയാതെ ഇത് ഞാൻ അവിടുത്തെ എനിക്ക് വേണ്ടി വിളിക്കാമെന്ന് ഓർത്തു. എനിക്കൊരു ഷോക്കായപ്പോൾ ഞാൻ അവിടുത്തെ എനിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. സന്തോഷം കൊണ്ട്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.